നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 90കളുടെ തുടക്കത്തിൽ ബംഗ്ലാദേശിൽ മൈക്രോ ഫിനാൻസ് രംഗത്ത് മുഹമ്മദ് യൂനസ് എന്നൊരാൾ കൊണ്ടുവന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ സസൂക്ഷ്മം നോക്കിക്കണ്ട ഒരു തൃശ്ശൂർക്കാരൻ കെ പോൾ തോമസ്. അദ്ദേഹം സ്വന്തം നാട്ടിൽ അതുമാതിരി ഒരു പ്രസ്ഥാനം ആരംഭിച്ചു. അതാണ് ഇവാഞ്ചലിക്കൽ സോഷ്യൽ ആക്ഷൻ ഫോറം അല്ലെങ്കിൽ ESAF. ESAF 92ലാണ് രൂപം കൊള്ളുന്നത്. അത് 95 ആയപ്പോഴേക്കും മൈക്രോ എന്റർപ്രൈസസ് ഡെവലപ്മെന്റ് സർവീസ് എന്നുള്ള പേരിലേക്ക് മാറുകയും പിന്നീട് 2008 ESAF മൈക്രോ ഫിനാൻസ് എന്റർപ്രൈസസ് ആയിട്ട് മാറുകയും ചെയ്തു. അത് പിന്നീട് RBIയുടെ പെർമിഷനോട് കൂടിയിട്ട് ESAF സ്മോൾ ഫിനാൻസ് ബാങ്കായിട്ട് മാറി. ഇപ്പോൾ ആ കേരളത്തിൻ്റെ കൊച്ചു ബാങ്ക് ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നവംബർ 3 മുതൽ 7 വരെയാണ് ഈ ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. ESAFിൻ്റെ 390.7 കോടിയുടെ ഫ്രഷ് ഓഹരികളും 72.3 കോടിയുടെ ഓഫർ ഫോർ സെയിലുമായിട്ടാണ് ഈ കമ്പനി രംഗത്തേക്ക് വരുന്നത്. ടോട്ടൽ 463 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കമ്പനിയുടെ ഇഷ്യൂ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. ESAF സ്മോൾ ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡ്, അത് പുവർ ഓഫ് അവർ കൺട്രി ആർ ട്രസ്റ്റ് വർത്തി, അല്ലെങ്കിൽ പാവപ്പെട്ട സാധാരണക്കാരൻ കൂടുതൽ വിശ്വസ്തരാണ് എന്ന ആശയത്തിൽ വിശ്വസിക്കുന്ന ഒരു ബാങ്കാണ്. ഇവരുടെ ഏറ്റവും കൂടുതൽ ലോണുകളും അത്തരത്തിലുള്ള ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാർക്കാണ് നൽകിയിട്ടുള്ളത്. 63% മൊത്തം ലോണുകളും ഗ്രാമീണ മേഖലകളിൽ അല്ലെങ്കിൽ സെമി അർബൻ മേഖലകളിലാണ് അവർ കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ 72% ബാങ്കിൻ്റെ ബ്രാഞ്ചുകളും ഇത്തരം മേഖലകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ESAFിൻ്റെ അസറ്റ് പ്രോഡക്ട്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ്. അതായത് മൈക്രോ ലോൺസ് ആണ് പ്രധാനമായിട്ട്. അത് പലതരത്തിലുള്ള മൈക്രോ ലോൺസ്, പിന്നെ റീറ്റെയിൽ ലോൺസിൽ ഗോൾഡ് ലോണും മോർഗേജ്, പേഴ്സണൽ ലോൺസ്, പിന്നെ വെഹിക്കിൾ ലോൺ, ഇതെല്ലാം വരുന്നതാണ്. പിന്നെ ഉള്ളത് MSME ലോണുകളാണ്, ചെറിയ സംരംഭങ്ങൾക്ക് കൊടുക്കുന്ന ലോണുകൾ. കൂടാതെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുക്കുന്ന ലോണുകൾ, പിന്നെ അഗ്രികൾച്ചറൽ ലോൺസ്, ഇതെല്ലാമാണ് ഇവരുടെ അസറ്റ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഇനി ബാങ്കിന്റെ വിവിധ തരത്തിലുള്ള ലയബിലിറ്റി പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കുക. അതായത് വിവിധ തരത്തിലുള്ള അക്കൗണ്ടുകൾ, കറണ്ട് അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട്, ടേം ഡെപ്പോസിറ്റ്, പിന്നെ റിക്കറിംഗ് ഡെപ്പോസിറ്റ്സുകൾ. ഈ ഇത്രയും ഡെപ്പോസിറ്റ്സ് സംവിധാനങ്ങൾ കമ്പനിക്കുണ്ട്. 6.48 ദശലക്ഷം ഡെപ്പോസിറ്റുകളാണ് ടോട്ടൽ ഏറ്റവും പുതിയ കണക്ക് വെച്ച് കമ്പനിക്ക് ഉള്ളത്. 700 ബാങ്കിങ് ഔട്ട്ലെറ്റ്സുകൾ അല്ലെങ്കിൽ ബ്രാഞ്ചുകളും കമ്പനിക്കുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, 2000-ന് മുകളിൽ റെപ്രസെൻറ്റേറ്റീവ്സ് അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടൻസ്, ഈ അക്കൗണ്ട് ചേർക്കാനും ലോൺ ശരിയാക്കി കൊടുക്കാനും ഒക്കെയുള്ള അവരുടെ കമ്മീഷൻ വാങ്ങിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ബാങ്കിനുണ്ട്. അതുകൂടാതെ 481 ബിസിനസ് ഫെസിലിറ്റേറ്റേഴ്സ് എന്നുള്ള പേരിൽ ജീവനക്കാരുണ്ട്. 528 ATMകളാണ് ബാങ്കിനാകെ ഉള്ളത്. അത് 21 സ്റ്റേറ്റുകളിലും യൂണിയൻ ടെറിട്ടറികളിലുമായിട്ടാണ്. ഇനി ബാങ്കിന്റെ AUM നോക്കുകയാണെങ്കിൽ, അസറ്റ് അണ്ടർ മാനേജ്മെന്റ് നോക്കുകയാണെങ്കിൽ 2021 8425.93 കോടി രൂപയായിരുന്നെങ്കിൽ അത് 2023 ആയപ്പോഴേക്കും 16,331.27 കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് CAGR, അതായത് കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റും ഈ കാലങ്ങളിൽ 2021 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിൽ 39.22% ആണ് ഇതിൻ്റെ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് മറ്റ് പിയർ കമ്പനികളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഏറ്റവും കൂടിയതാണ്. തൃശ്ശൂരെ മണ്ണുത്തി ആസ്ഥാനമായിട്ടുള്ള ESAF സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ പ്രൊമോട്ടർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കടമ്പേലിൽ പോൾ തോമസ് എന്ന ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് മാനേജിംഗ് ഡയറക്ടറും. അദ്ദേഹത്തെ കൂടാതെ ഒരു കോർപ്പറേറ്റ് പ്രൊമോട്ടർ കൂടിയുണ്ട്. അത് ESAF ഫിനാൻഷ്യൽ ഹോൾഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയാണ്. അപ്പോൾ ESAF ഫിനാൻഷ്യൽ ഹോൾഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈ അവസരത്തിൽ അവരുടെ കൈവശമുള്ള കുറച്ച് ഓഹരികൾ വിറ്റഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇതിന്റെ ടോട്ടൽ ഓഫർ ഫോർ സെയിൽ 72.3 കോടി രൂപയ്ക്കുള്ളതാണ്. അതിൽ
49 കോടി രൂപയ്ക്കുള്ള ഓഹരികൾ വിറ്റഴിക്കുന്നത് ഈ ഈസ ഫിനാൻഷ്യൽ ഹോൾഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയാണ്. ബാക്കി ഇത് തുടക്കം മുതൽ ഈ കമ്പനിക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് നൽകിയിരുന്ന മെറ്റ് ലൈഫും ബജാജ് അലയൻസും അവർ രണ്ടുപേരും കൂടി ചേർന്ന് 23.3 കോടി രൂപയ്ക്കുള്ള ഓഹരികളും വിറ്റഴിക്കുന്നുണ്ട്. ഫ്രഷ് ഓഹരികളുടെ വിൽപ്പന വഴി ലഭിക്കുന്ന 390.7 കോടി രൂപ അവരുടെ ക്യാപിറ്റൽ വർദ്ധിപ്പിക്കുന്നതിനാണ്, മൂലധന വ്യാപ്തം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കും എന്നാണ് പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ളത്. അത് കൂടാതെ ഇതൊരു ലിസ്റ്റഡ് കമ്പനിയായി മാറുമ്പോൾ സ്റ്റാറ്റസ് വർധനവും. ഇനി ഈസാഫിന്റെ കീ പെർഫോമിംഗ് ഇൻഡിക്കേറ്റേഴ്സ് നോക്കുക. EPS 6.73, PE റേഷ്യോ 8.94, റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 17.69%, NAV 38.03 പെർ ഷെയറുമാണ്. ഇനി പിയർ കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ ഈസാഫിന്റെ ലിസ്റ്റഡ് പിയർ കമ്പനികൾ സൂര്യോദയ സ്മോൾ ഫിനാൻസ് കമ്പനി, ക്രെഡിറ്റ് ആക്സസ് ഗ്രാമീൺ ബാങ്ക്, സ്പന്ദന സ്ഫൂർത്തി ഫിനാൻഷ്യൽ ലിമിറ്റഡ്, ബന്ധൻ ബാങ്ക് ലിമിറ്റഡ്, ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡ്, ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡ്. ഇതിന്റെ എല്ലാം ബേസിക് ആയിട്ടുള്ള EPS കൂടെ കൊടുത്തിട്ട് നമുക്ക് കമ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ലീഡ് മാനേജർ ICICI സെക്യൂരിറ്റീസ് ലിമിറ്റഡ്, ഡാം ക്യാപിറ്റൽ അഡ്വൈസേഴ്സ്, നുവാമ വെൽത്ത് മാനേജ്മെന്റും, രജിസ്ട്രാർ ലിങ്ക്ഡ് ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡുമാണ്. ഇനി ഫിനാൻഷ്യൽ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ റവന്യൂവിലും നെറ്റ് ഇൻകത്തിലും 2022-ലും 2023-നും തമ്മിൽ വലിയ കുതിപ്പാണ് സംഭവിച്ചിട്ടുള്ളത്. റവന്യൂവിൽ 2022-ൽ 1939.93 കോടിയാണ് അതിൻ്റെ റവന്യൂ എങ്കിൽ 2023-ൽ 2853.66 കോടി രൂപയാണ് റവന്യൂ ആയിട്ട് വന്നിരിക്കുന്നത്. വലിയ വർധനമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അറ്റാദായത്തിലും 2022-ൽ 54.73, അതായത് മുൻ വർഷത്തെ അപേക്ഷിച്ച് അല്പം കുറവാണ്. 105.40 ആയിരുന്നു നെറ്റ് ഇൻകം 2021-ലെങ്കിൽ അത് വളരെ കുറഞ്ഞിട്ടാണ് 54.73 ആയിട്ട് 22-ൽ കാണുന്നത്. നമുക്കറിയാം അതിൻ്റെ കാരണങ്ങൾ കോവിഡും ആ പ്രശ്നങ്ങളൊക്കെ തന്നെ ആയിരിക്കണം. എന്തായാലും 2023-ൽ 54-ൽ നിന്ന് 302.33 കോടി രൂപയായിട്ടാണ് അറ്റാദായത്തിൽ വൻ വർധനമാണ് സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ മാർജിൻ പെർസെൻറ്റേജ് 2.82 ആണ് 22-ലെങ്കിൽ അത് 10.59 ആയിട്ട് മാർജിൻ പെർസെൻറ്റേജ് 2023-ലേക്ക് ആയപ്പോഴത്തേക്കും വർദ്ധിച്ചിട്ടുണ്ട്. ഇനി ഈസാഫ് ബാങ്കിന്റെ IPO ഒറ്റനോട്ടത്തിലൊന്ന് പരിശോധിക്കുക. നവംബർ 3 മുതൽ 7 വരെയാണ് IPO ഓപ്പൺ ആയിരിക്കുന്നത്. 57 രൂപ മുതൽ 60 രൂപ വരെയാണ് ഇതിന്റെ പ്രൈസ് ബാൻഡ്. ഫെയർലി പ്രൈസ്ഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. 390.7 കോടി രൂപയ്ക്കുള്ള ഫ്രഷ് ഓഹരികൾ, 72.3 കോടി രൂപയ്ക്കുള്ള ഓഫർ ഫോർ സെയിലും ഉണ്ട്. അപ്പോൾ ടോട്ടൽ വരുമ്പോൾ 463 കോടി രൂപയാണ് ടോട്ടൽ ഇഷ്യൂ സൈസ് എന്ന് പറയുന്നത്. 250 ഓഹരികളാണ് ഒരു ലോട്ട് റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ച്. അങ്ങനെ 13 ലോട്ട് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. 10 രൂപയാണ് ഫേസ് വാല്യൂ. 35% ഓഹരികളും റീറ്റെയിലേഴ്സിനാണ് കൊടുക്കുന്നത്. NSE-യിലും BSE-യിലും ലിസ്റ്റ് ചെയ്യുന്ന ഒരു ബാങ്കാണിത്. ഇനി നമുക്ക് ഡേറ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ നവംബർ 10 ആണ് ഇതിൻ്റെ അലോട്ട്മെന്റ് വരുന്നത്. റീഫണ്ട് 13, ഡിമാറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് വരുന്നത് 15 തീയതി. ഇതിൻ്റെ ലിസ്റ്റിംഗ് വരുന്നത് നവംബർ 16 ഇതിന് മറ്റൊരു കാര്യം, എംപ്ലോയീസിന് വേണ്ടി 12 കോടി രൂപ കമ്പനി മാറ്റിവെച്ചിട്ടുണ്ട്. അതായത് ഒരു ഷെയറിന് 5 രൂപയുടെ ഡിസ്കൗണ്ട് എംപ്ലോയീസ് അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്നതുമാണ്. ഇനി ഇത് വാങ്ങണോ വേണ്ടിയോ എന്നുള്ള ആലോചിക്കുന്നവരോട് പറയാനുള്ളത്, അൺസെക്യൂർഡ് ലോണിൽ NPA വരാനുള്ള സാധ്യത എപ്പോഴും ഇത്തരത്തിലുള്ള കമ്പനികൾക്ക് ഉണ്ട്. എങ്കിലും ഇതിൻ്റെ നോൺ പെർഫോമിങ് വളരെ കുറവാണ് എന്ന് നമുക്ക് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ മാത്രമല്ല ഇതൊരു വളരെ വിശ്വസ്തരായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ്, എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാനേജ്മെൻറ്റുമാണ് ബാങ്കിനുള്ളത്. പിന്നെ ഇവർ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള സാധാരണക്കാരാണ് ഇവരുടെ ഇടപാടുകാർ. ഗ്രാമീണ മേഖലയിലും സെമി അർബൻ മേഖലകളിലുമാണ് ഈസാഫ് പ്രവർത്തിക്കുന്നത്. അവരുടെ ട്രാക്ക് റെക്കോർഡും വളരെ മികച്ചതാണ് RBIയുടെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണെങ്കിലും വലിയൊരു ലിസ്റ്റിംഗ് ഗെയിൻ പ്രതീക്ഷിക്കേണ്ട. ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് വളരെ മികച്ച ഒരു ഓഹരി തന്നെയാണ് ഈസാഫ്. ഇതുവരെ കേട്ടത് ഈസാഫ് IPO വിശേഷങ്ങളാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ കമൻറ്റുകൾ ഇടാൻ മടിക്കരുത്. നിങ്ങൾ വീഡിയോയെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു IPO വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വീണ്ടും കാണുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.